ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ആക്ഷൻ കിങ് അർജുൻ്റെ പുതിയ തമിഴ് സിനിമ ബ്ലാസ്റ്റ് കണ്ടു. ശരിക്കും പറഞ്ഞ സിനിമ മൊത്തം ബ്ലാസ്റ്റ് ആണ്. ഒരു കരാട്ടെ ഫാമിലി ഒരു കോർപ്പറേറ്റ് ഗ്യാങ്ങുമായിട്ട് ഒരു ചെറിയ പ്രശ്നമായിട്ട് വരുന്നു. വളരെ കൺവിൻസിങ് ആയ രീതിയിൽ തന്നെയാണ് ആ സ്റ്റോറി പ്ലോട്ട് പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. സത്യം പറയാലോ, വേറെ ലെവൽ പടം. ഫുൾ ആക്ഷനാണ്, ഫുൾ അതിരടിയാണ്. കുറെ കാലത്തിന് ശേഷമാണ് അർജുൻ്റെ ഒരു കിട്ടിലം പടം കാണുന്നത്. സത്യം. ആൻഡ് അഭിരാമി, പ്രീതി മുകുന്ദനൊക്കെയാണ് പ്രധാന വേഷങ്ങളിലായിട്ട് എത്തുന്നത്. ഒരു ഫാമിലി, ഒരു കോർപ്പറേറ്റ് വില്ലൻ, അതായത് ജോൺ കൊക്കൻ, നിങ്ങൾക്കറിയാം സർപ്പട്ട പരമ്പര സിനിമയിലെ വേമ്പുലി. ആ വേമ്പുലി ആണ് ഇതിൽ വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വരുന്നു, ആ പ്രശ്നത്തിലേക്ക് എങ്ങനെ പോകുന്നു, ആ പ്രശ്നവുമായിട്ട് അവർ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നവുമായിട്ട് അവർ രക്ഷപ്പെടുമോ? കാരണം വലിയൊരു ഗ്യാങ്ങാണ്. അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള, അത്രയും ക്രൂരമായിട്ടുള്ള ഒരു ഗ്യാങ്ങിൻ്റെ അടുത്ത് ഈ ഒരു സാധാ മിഡിൽ ക്ലാസ് ഒരു അച്ഛൻ, ഒരു അമ്മ, ഒരു മകൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നൊരു തോന്നലിനെ അവർ വളരെ കൺവിൻസ് ആയിട്ട്, കാരണം തുടക്കത്തിലേ കാണിക്കുന്നുണ്ട് ഇവരൊരു കരാട്ടെ ഫാമിലിയാണ്. അർജുൻ കരാട്ടെ പഠിപ്പിച്ചു കൊടുക്കുന്ന സീനും കരാട്ടെ സ്റ്റെൻഡുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മകള്, ഭാര്യമാർക്ക് എല്ലാവർക്കും പങ്കിട്ട് അവരോടും അവർക്കും ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു കരാട്ട ഫാമിലി എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നു പോകുന്നു എന്നുള്ള ഒരു സിനിമ കൂടിയായിട്ടാണ് ഈ ബ്ലാസ്റ്റ് വരുന്നത്. അടി എന്ന് പറഞ്ഞാൽ അടി, ഇത് സത്യം പറഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരെയും പറയണം. ടെക്നിക്കലി ഒക്കെ വേറെ ലെവലാണ് ഈ പടം. ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് സുഭാഷ് കെ രാജാണ്. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഏജിയസ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഏജിയസ് എൻ്റർടൈൻമെൻറ്റ് അത്യാവശ്യം ഒരു നല്ല ഒരു കണ്ടന്റ് ഉള്ള ഒരു പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസിങ് കമ്പനി കൂടെയാണ് ഏജിയസ്. കൽപ്പതിയസ് അഗോറാം, കൽപ്പതിയസ് ഗണേഷ്, കൽപ്പതിയസ് സുരേഷ്, ആ ഒരു ഗ്യാങ്ങാണ്. അർച്ചന കൽപ്പതിയൊക്കെയാണ് ഇപ്പോൾ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായിട്ടിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി അരുൺ രാധാകൃഷ്ണൻ. വേറെ ലെവൽ സാധനം എന്ന് വെച്ചാൽ വേറെ ലെവൽ. അത് എല്ലാം, ആ ഒരു ഫൈറ്റിംഗ് സീക്വൻസ് ആകട്ടെ, ആ ഒരു സീന് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം കിടിലനായിട്ട് ചെയ്തിട്ടാണ്. എഡിറ്റർ പ്രദീപാണ് ഇത് ചെയ്തിട്ടുള്ളത്. എഡിറ്റിംഗ് ഒക്കെ സൂപ്പറായിട്ട് ആ പടത്തിൽ വന്നിട്ടുണ്ട്. ഓരോ കട്ട്സ് ആയാലും ആ പെട്ടെന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസിഷൻ, ആ സീനുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നാൽ. മ്യൂസിക് ചെയ്തത് രവി ബസ്രൂറാണ്. രാവിലെ കാട്ടാളൻ സിനിമയിൽ കണ്ടതിന് ശേഷം മ്യൂസിക് കൊള്ളായിരുന്നു. എന്നിരുന്നാലും ഇതിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കാട്ടാളനിൽ. കാരണം സിനിമ ആ ഒരു പ്ലോട്ട് രക്ഷപ്പെടാത്തതുകൊണ്ട് ആ മ്യൂസിക് ആ ഒരു രക്ഷപ്പെടുന്ന രീതിയിലൊക്കെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ബട്ട് ഇതിൽ വേറെ ലെവലിലായിട്ട് ഒരു ഇംഗ്ലീഷ് റാപ്പ് സാധനമൊക്കെ വരുന്നുണ്ട് രവി ബസ്രൂർ ചെയ്യുന്ന. ആ BGM കാര്യങ്ങളും അതൊക്കെ കിട്ടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വേറെ ലെവൽ പടം, ഒരു അന്യായ പടം എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലാസ്റ്റ്, ആ പടത്തിന്റെ പേര് പോലെ തന്നെയാണ് സിനിമയും ബ്ലാസ്റ്റ് തന്നെയാണ്. കിടിലം പടം. തിയേറ്ററിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. കാരണം എല്ലാവരും ഇപ്പം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അർജുൻ്റെ ഒരു ആക്ഷൻ പടം ഇത്രയും കാലമായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇതിൽ ആ പഴയ ഒരു കാണുമ്പോൾ തന്നെ ആ ഒരു ഓറ കാണുന്നുണ്ട്. ആ ഒരു ആക്ഷൻ കിങ്, ഒരു ഏഴുമല സിനിമയിലും അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സീല്, ആ ഒരു എജ്ജാതി ഓറ അർജുനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രീതി മുകുന്ദനൊക്കെ നിങ്ങൾക്കറിയാം, സായബേങ്കറിൻ്റെ ഒരു പാട്ടിൽ ഹിറ്റായ ഒരാളാണ്. അതായത് ആസ കൂടെ എന്നൊരു പാട്ട്, സായബേങ്കർ ആ ഒരു ആൽബം സോങ്ങിലൊക്കെ ഹിറ്റായ ഒരു പുള്ളിക്കാരി സൂപ്പറായിട്ട് തന്നെ ആ ഒരു ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഇതിൽ കരോട്ട സ്റ്റെൻഡും പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കിട്ടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെൻഡ് ചെയ്യിപ്പിച്ച ആൾ കിട്ടിലനായിട്ട് എല്ലാവരെയും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് മൊത്തമായിട്ട് ഇവർ ഒരുമിച്ച് ഗ്യാങ്ങാൻ, അതായത് ഒരു പാവപ്പെട്ട വീട്ടിൽ കള്ളന്മാർ കയറിയാണ്. ഒരു ഇംഗ്ലീഷ് പടത്തിൽ നമ്മൾ കാണൂലേ, നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അതൊരു അച്ഛനും മോളും ഭാര്യയും അവിടെ പോയിട്ട് എന്ത് ചെയ്താലും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അവിടെ പോകുമ്പോൾ അവർക്ക് കിട്ടുന്നത് അന്യായ തിരിച്ചടിയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന ഒരു പടം കൂടിയാണ് ബ്ലാസ്റ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. ഒരു കരാട്ടെ ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു കിടിലനൊരു ചെറിയൊരു പ്ലോട്ട് സിനിമയിലുണ്ടാകും. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അത് വളരെ കൺവിൻസ്ഡ് ആയിട്ടും വളരെ എന്താ പറയുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ലോജിക് പരമായിട്ട് തന്നെയാണ് അവിടേക്ക് വരുന്നത്. ചുമ്മാ അൾട്രാട്ട് അടിച്ചൊന്നും വിടുന്നില്ല. പിന്നെ ടെക്നിക്കൽ സൈഡും വളരെ സൂപ്പറായിട്ട് തന്നെയാണ്. പിന്നെ പലരും ഇതിൽ പറയുന്നത് ഇങ്ങനെ ഒരു പെണ്ണിന് ഒരാളിനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ
കരാട്ടെ പഠിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ സിനിമയിലേ കാണാൻ പറ്റുമോ? ഇതൊക്കെ നേരിൽ കാണാൻ പറ്റില്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നേരിൽ കാണാത്ത എന്തൊക്കെയാണ് സിനിമയിൽ കാണുന്നത്, സിനിമയിൽ കാണാത്ത എന്തൊക്കെയാണ് നേരിൽ കാണുന്നത്. അപ്പൊ അതിനോട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട. കാരണം പല ആൾക്കാരും പറയും സിനിമയിൽ നടക്കുന്നത് നേരിൽ നടക്കാവോ, അല്ലെ നേരിൽ നടക്കുന്നത് സിനിമയിൽ നടക്കാം. സിനിമയിൽ ഒരു ഇമാജിനേഷൻ ആണ്, അത് നമ്മളെ എത്രമാത്രം കൺവിൻസ് ചെയ്യുന്നു അത്രമാത്രം പടം സത്യം പറഞ്ഞാൽ ജയിക്കും. ആ ഒരു കൺവിക്ഷൻ ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ട്. സുഭാഷ് രാജ് ആ ഒരു ഡയറക്ടർ പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആക്ഷൻ ഇങ്ങനെ കിടിലനായിട്ട് തന്നെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈറ്റിൽ കാർഡൊക്കെ എഴുതിയപ്പോൾ ഒരു ഭയങ്കര ഹാപ്പിയായി. ആക്ഷൻ കിങ് അർജുൻ ഇങ്ങനെ കരോട്ട പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയിലൊക്കെ നിൽക്കും. അങ്ങനെ ഒരു കോർപ്പറേറ്റ് ഗ്യാങ്, ആ ജോൺ കോക്കിന്റെ വില്ലനിസവും കൊള്ളായിരുന്നു. ഒരു കൊടൂര ഗ്യാങ്ങിന്റെ ഇടയിൽ, ഒരു കൊടൂര വില്ലന്മാരുടെ ഇടയിൽ ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള തിരിച്ചടികൾ ആ കോർപ്പറേറ്റ് ഗ്യാങ്ങിന് കിട്ടുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അറിയാലോ, കോർപ്പറേറ്റ് ഗ്യാങ്ങിൽ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി വരുമ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു വലിയ ഒരാൾ ചെയ്യാൻ പോകുന്നത് എന്ന് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള. നേരിൽ അത് ഉണ്ടോ ഇല്ലോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്കറിയില്ല. ഇനി ഉണ്ടോ എന്നോ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ നടന്നിട്ടുള്ളവരുണ്ടോ കാണുമായിരിക്കാം. എനിക്ക് അതിലും ഉറപ്പ് പറയാതിരിക്കാനും പറ്റില്ല. കാരണം നമ്മൾ കേസും കാര്യങ്ങളൊക്കെ ഈ ന്യൂസ് പേപ്പറിലും ചാനൽസിലും സോഷ്യൽ മീഡിയസിലൊക്കെ അറിയുന്നതാണ്. അപ്പൊ ബ്ലാസ്റ്റ് ഒരു കിടിലം പടം തന്നെയാണ്. നല്ല കിടിലൻ ആക്ഷനൊക്കെ ഉള്ള, ഒരു കിടിലൻ മ്യൂസിക് ഒക്കെ ഉള്ള ഈ സിനിമ കാണാം. മ്യൂസിക് ഈ സിനിമയിൽ ആവശ്യത്തിന് ആ ഒരു സിറ്റുവേഷന് കറക്റ്റായിട്ട് തന്നെ ആപ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. കിടിലം പടമാണ് ബ്ലാസ്റ്റ്.